കഞ്ചാവ് സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക പറയുന്നത് ഞാൻ ചെയ്യും. അതിന് മുന്നേ റൂമർ ഇറങ്ങുന്നതിന് മുന്നേ ഇവർ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് 2 ദിവസം. സ്നേഹിച്ച് ചതിക്കുമ്പോൾ ഭയങ്കര പെയിൻ. എനിക്ക് ആ കുട്ടീനെ രണ്ടുപേരും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ലൈഫോ നശിച്ച് ഇത് രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഞാൻ സെക്ഷുവലായിട്ട് മെസ്സേജോ ഞാൻ റിയൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പുറത്തേക്ക് വരാം. പക്ഷേ ഞാൻ അവളെ ദേഹത്ത് തൊട്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമില്ലാത്ത ആൾക്ക് എന്ത് ഷൂട്ട്? വല്ലാഹി ഫസ്മിയുടെ ഹസ്ബൻഡാണ് ആ ചെക്കെന്ന് ഞാൻ അറിയുന്നത് എപ്പോഴാണ് അറിയോ? സഫ 8 മാസം പ്രഗ്നൻ്റ് ആയ പെണ്ണ് സംശയവും കൊണ്ട് ബാംഗ്ലൂർ വന്നു. കാരണം ഹസ്ബൻഡ് അറിയാണ്ട് എങ്ങനെയാണ് ഫ്ലാറ്റിൽ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ നടക്കുക? ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് മെഹനാസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മെഹനാസ് നമ്മൾ പോഡ്കാസ്റ്റ് വിളിക്കും എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് മെഹനാസ് എവിടെ പോയി, മെഹനാസ് എന്തുകൊണ്ടാണ് ഇത്രയും കോൺട്രവേഴ്സി വന്നിട്ട് സംസാരിക്കാത്തത്, മെഹനാസ് ഒളിച്ചോടിയോ അതോ ഇതൊക്കെ സത്യമല്ലേ കള്ളമാണോ എന്ന് വരെ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് മെഹനാസ്, സഫ, ഫസ്മിന, ലല്ലു എന്നുള്ള ഗ്രൂപ്പ്. ഇത് കളിയാക്കി കുറേ പേര് പറയുന്നുണ്ട്, അല്ലാണ്ട് കുറേ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് മെഹനാസിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ആക്ച്വലി റമദാൻ മാസമായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെപ്പറ്റി ഇപ്പോൾ എൻ്റെ വൈഫ് ഒരുപാട് ഫേക്ക് സംസാരങ്ങൾ ഒരുപാട് അതും ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കാര്യം അറിഞ്ഞേ പിന്നെ, കാരണം ഞാനും എവിടെയോ അവൾ ഒളിച്ചോടിയെന്നോ അല്ലെങ്കിൽ അവളിങ്ങനെ വെറുത്തിൻ്റെ ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വായോട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് വേറെ പല ആൾക്കാർ ചില സമയം പറഞ്ഞുണ്ടാക്കിയ അനുസരിച്ചിട്ട് അത് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരുത്തി എന്നുള്ള രീതിയിലാക്കി. പക്ഷെ ഞാൻ അവളിങ്ങനെ മിസ്സിങ് ആണ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അത് ഓരോരോ ജില്ലയിൽ ഓരോ സ്ലാങ് ആണ്. അപ്പോൾ ആ ഒരു മൈൻഡാലിറ്റിയിൽ എൻ്റെ എപ്പോഴും സ്ലാങ്ങിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. അത് കുത്തിപ്പൊക്കി പല ആളും വരാറുമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വാലന്റൈൻസ് ഡേക്ക്. അതെ, ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാനൊരു കടയിൽ, അതായത് കഫേന്ന് ഒരു കടയിൽ, അതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് എത്തുന്നില്ല. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഫേയിൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഫേയിൽ ഞാൻ കുറച്ച് കാലം ഒരാഴ്ച, അതിൻ്റെ ഇടയിൽ ഞാൻ അവളായിട്ടൊരു ചാറ്റിങ് സീൻ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ട് വഴക്കുണ്ടായി. അതിൽ ഞാൻ പിന്നെ അവളൊന്ന് തണിയട്ടെ കൂളാവട്ടെ, അവൾ പെട്ടെന്ന് വയലൻ്റ് ആകുന്നൊരു ടൈപ്പാണ്. പിന്നെ വയലൻ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കൺട്രോൾ നിൽക്കില്ല. അപ്പം ഞാൻ മാറിക്കൊടുക്കാറാണ് പതിവ് മാക്സിമം. അല്ലാണ്ട് ഈ പറയണ ഉപദ്രവവും കാര്യമൊന്നും അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് ഉണ്ടാവാറ് അധികം. അപ്പോൾ ഇവൾ ഈ പറയുന്ന ഇങ്ങനെ കൂളാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ വണ്ടി, എൻ്റെ ഇത് ഒരു കണക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടായി. അപ്പം അങ്ങനെ അവളെ പേരിലാണ് അവരെ വണ്ടിയുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു യൂബർ ഞാൻ ഓട്ടിക്കൊണ്ടുണ്ടായത്, ഞാൻ മുന്നേ പറഞ്ഞ നമ്മളൊരു വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും. അതായത് അത് ഡീലിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ വണ്ടി ഇപ്പോൾ ഞാൻ സഫയുടെ ഫാദറാണ് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഇറക്കി തന്നത്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ലോണ് കാര്യങ്ങളും ഞാൻ അടച്ചോളും. ഞാൻ ലോൺ അടച്ചോളും. എന്നിട്ട് ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണോ ഇപ്പോൾ കൊടുത്തത് ആ ഡൗൺ പേയ്മെൻറ്റ് ഞാൻ തിരിച്ച് തരാം എന്നുള്ള ഡീലിൽ എൻ്റെ മനസ്സുറപ്പിൽ അങ്ങനെയാണ് എടുത്തത്. ഒരു വായ്പ പോലെ നമ്മളൊരു കടം വാങ്ങിക്കുന്ന രീതിയിലാണ്. ആക്ച്വലി എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെതാണല്ലോ. അപ്പോൾ അവളത് എൻ്റെത് എനിക്ക് അങ്ങനത്തെ ഒരു കണക്കില്ല. പക്ഷേ അന്നേരം അവൾ എൻ്റെ വണ്ടി നീ ഓട്ടിക്കണ്ട പിടിക്കണ്ട എന്നെ ഇടയ്ക്കിടങ്ങ് ചൊടിക്കുമ്പോൾ വാങ്ങിക്കാറുണ്ട് പതിവ്. അപ്പം ഞാൻ അതേപോലുള്ളൊരു ചൊടിയെന്ന് വിചാരിച്ച് എൻ്റെ ഒന്ന് ചായ വാങ്ങി. പിന്നെ 2 ദിവസം ആയിട്ടൊരു ഇതില്ല, ഇറങ്ങി പോകുന്നില്ല നീ. ഞാൻ ചൊടിക്കുമ്പോൾ അങ്ങനെ പലതും പറയാറുണ്ട്, പലതും വിളിച്ച് പറയാറുണ്ട്, ഇല്ലാത്ത ഒരുപാട് കാര്യം. അതായത് ആക്ച്വലി അതെ, ഫെബ്രുവരി ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ. അതായത് ഈ ഒരു ചാറ്റ് കണ്ടൊരു, എനിക്ക് ഏതൊരു ഹസ്ബൻഡാണെങ്കിലും പ്രതികരിക്കുന്ന രീതിയിൽ മാത്രം ഒരു സംസാരം ഉണ്ടായിട്ടുള്ളൂ. ഇത് വേണ്ട, ഇത് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലല്ലോ അല്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ട. ഏത് ഹസ്ബൻഡിനാണ് ഇഷ്ടപ്പെടാം? ഒരിക്കലുമല്ല. ഞാൻ അവൾക്കായിട്ടൊരു ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ തുടങ്ങിയൊരു എൻ്റെ അക്കൗണ്ടാണത്. അത് അവൾക്ക് ഞാൻ എൻ്റെ കൺട്രോളിൽ ഒരു അക്കൗണ്ട് പേജ് ചെയ്യാൻ തുടങ്ങി, ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടായ അക്കൗണ്ടാണ്. പിന്നെ അവൾക്ക് രണ്ടാളിലും ഉണ്ടായി. പെട്ടെന്ന് ഒരു ദിവസം അക്കൗണ്ട് അവളിലേക്ക് മാത്രം അങ്ങനെ ആക്കി മാറ്റി. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം, ഞാനറിയില്ല, ഞാൻ ഈ പണീൻ്റെ തിരക്കും പ്രാരാബ്ദവും കുടുംബങ്ങളെ അയക്കി ഞാൻ പണി 24 hours ഓട്ടും കാര്യങ്ങളായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുന്നതും ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവളിങ്ങനെ ആകുന്നതും ഒന്നും ഞാൻ അറിയില്ല. അതെ, ഞാനങ്ങനെ സംശയരോഗം കൊണ്ട് നടക്കാറില്ല.
അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇതിലിങ്ങനെ ഈ കാണുമ്പോഴുള്ളൊരു ഏതൊരു ഹസ്ബൻഡിനും മനസ്സിലാവും ആ ഒരു വിഷമം. അതിപ്പം കോണ്ടാക്ട് ഒഴിവാക്കാൻ പറഞ്ഞു. ആ കോണ്ടാക്ട് ഒഴിവാക്കാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് കഴുത്ത് കയറുക, പിടിക്കുക, എനിക്ക് സോഷ്യൽ മീഡിയ ആണ് വലുത് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെട്ടെന്ന് വയലൻ്റ് ആവും. ആ വയലൻ്റ് ആകുമ്പോൾ എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കടിച്ച് കീറി എന്നൊക്കെ പറയും. എന്തെന്നാ പഠിച്ചോ പറയാം, എനിക്ക് കടിക്കുന്ന സ്വഭാവം ഇല്ല എനിക്ക്. കടിച്ചു കീറിന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. അതെ, എനിക്ക് കടിക്കുന്ന സ്വഭാവം ഇല്ല. എന്നെ കടിച്ച് കയറി എൻ്റെ ഫ്രണ്ടിനെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ വരെ കടിച്ചിട്ടുണ്ട് അവൾ. അതിലോട്ട് വരാൻ പറ്റും തിരൂര് സംഭവത്തിൽ. അതെ, തിരൂരിന്ന്. അതായത് ഇപ്പോൾ അതിലേക്ക് വരാമെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഉണ്ടായ ഞാൻ സർപ്രൈസ് ആയിട്ട് എൻ്റെ കഫേയിൽ നിന്ന് അവൾക്ക് എന്നെക്കൊണ്ട് പറ്റാത്ത രീതിയിൽ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവൾക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൊടിയൊക്കെ ഒന്ന് ഇണക്കാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊഞ്ചുന്നുണ്ട് അവളോട്. ഞാൻ എപ്പോഴും കൊഞ്ചിക്കും. ഞാൻ എപ്പോഴും പറയും അല്ല, ഇവളെന്നെ ഇങ്ങനെ അകറ്റി. ഇവള് വീട്ടിൽ പോയി എന്നെ അവിടെ 3 ദിവസം പട്ടിണി കിടത്തി. വണ്ടിയുടെ ചാവി എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയല്ലോ. ഞാൻ പണിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ ചാവി വാങ്ങിച്ച് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ഒരു ദിവസവും ഇവള് ഫുഡൊന്നും ഉണ്ടാക്കി തരുന്നില്ല, ഒന്നുമില്ല. ഇവള് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ കണ്ടിന്യൂ ആയി. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നീണ്ടു പോകാറില്ല, ഇങ്ങനത്തെ ഒരു ദേഷ്യം നീണ്ടു പോകാറില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയി. 2 ദിവസമായി എന്നിങ്ങനെ ഫുഡും കാര്യമൊന്നും ആക്കി തരുന്നില്ല. എന്നിട്ട് ഇവള് പിറ്റേ ദിവസം വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയിട്ട് ഒന്നും പറയാണ്ട് പോയി വീട്ടിലേക്ക്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. വീട്ടിൽ പോയിട്ട് പിന്നെ എനിക്കൊന്നാത് നല്ല വിശന്ന് ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് കയ്യിലുള്ള ക്യാഷും പണിയുമില്ല, ഇതുമില്ല, ഫ്ലാറ്റ് ഇവളും പോയി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ടിൻ്റെ ഇവിടെ പോയിട്ട് നിന്ന്. അവൾ വീട്ടിൽ പോയല്ലോ. ഞാൻ ഫ്രണ്ടിൻ്റെ കഫേയിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്തു. അവിടെ ജസ്റ്റ് അവിടെ വർക്കിന് ആളൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഹെൽപ്പ്, എൻ്റെ ഇതായിട്ടുള്ള ഓൻ എന്തെങ്കിലും ചില്ലറ ചിലവിന് അങ്ങനെ തരുന്ന, ഞാൻ കുറച്ച് കാലം ഒന്ന് ഓള് തണിയട്ടെ, ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. അതെ, എറണാകുളത്ത് തന്നെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഇത്രയും കാലം പണിയെടുത്ത ഫണ്ടൊക്കെ ആയിട്ട് അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സമ്മാനങ്ങളൊക്കെ വാങ്ങി ഞാൻ സർപ്രൈസ് കൊടുക്കാൻ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, നീ ഫ്ലാറ്റിലേക്ക് വരണം, കാര്യമുണ്ട്, സർപ്രൈസ് അല്ലേ, കാര്യമുണ്ട്, നീ വരണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല. അപ്പോഴത്തേക്ക് അതിനും മുന്നേ 2 ദിവസം മുന്നേ ഇവരൊക്കെ ആ ഫ്ലാറ്റിലാണ് ഞാൻ അറിയണത്. അവൾ പറയുന്നത് ഈ റൂമറി വന്നേ പിന്നെയാണ് ലല്ലുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അതിന് മുന്നേ റൂമർ ഇറങ്ങുന്നതിന് മുന്നേ ഇവർ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് 2 ദിവസം. ഏത് ഹസ്ബൻഡാണ് ഇങ്ങനത്തെ കാര്യത്തിൽ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക, ചോദിക്കാണ്ടിരിക്കുമോ, ചീത്ത പറയാണ്ടിരിക്കുമോ? പക്ഷേ ഞാൻ അവളെ ദേഹത്ത് തൊട്ടിട്ടില്ല. ചോദിച്ചു നോക്കാം. ഞാൻ തിരൂര് പോയിട്ട് അവളെ നേരിട്ട് ലല്ലുവിനെയും നാജീനെയും ഇവരെ ഫ്ലാറ്റിലേക്ക് പോയി. ഞാൻ ഉച്ച മുതൽ രാത്രി 12 മണി വരെ ആ ഫ്ലാറ്റിൻ്റെ പുറത്ത് ഞാൻ ഇരുന്ന് ഡോറും ചാവിയും കൊണ്ട് പോയി. ഞാൻ അവള് വരും എന്ന് വിശ്വാസത്തോടെ നിൽക്കുക. ഞാൻ അന്ന് പോകുന്ന അന്ന് തന്നെ മോർണിംഗ് വരെ അവൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് രാവിലെ. പക്ഷെ ഉച്ചക്കാണ് ഓള് ഫസ്റ്റ് പറഞ്ഞെന്താ, തൃശ്ശൂർ പോയിന്ന്, ഷൂട്ടിന് പോയിന്ന്. അങ്ങനത്തെ ഒരു ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ആൾക്ക് എന്ത് ഷൂട്ട്? രണ്ടാമത്തെ കാര്യം മലപ്പുറം ഷൂട്ട് എന്ന് പറഞ്ഞത് അത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഫുള്ള് പറയണത് മൊത്തം മാറിപ്പോകുന്നതല്ല, കളവ് ഉണ്ടാക്കുകയാണ്. എന്നെ പറ്റി ഓൾറെഡി ഒരു ട്രാജഡി ഉണ്ടായതുകൊണ്ട് ഇപ്പം അവന് വേണ്ടിയിട്ട്, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഉണ്ടാക്കിയേ ചെയ്യണത്. അതെ, മുതലാക്കുന്ന പോലെ തോന്നുന്നല്ല. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാണ്ട് പോവാ. ഇപ്പം ഞാനായിട്ട് അവളെ എന്ത് കുറ്റപ്പെടുത്തിയിട്ടാണ് ഇതുവരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഒരു മിനിറ്റ്, വല്ലാഹി ഫസ്മിയുടെ ഹസ്ബൻഡാണ് ആ ചെക്കെന്ന് ഞാൻ അറിയുന്ന എപ്പോഴാണ് അറിയോ? ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇവൻ്റെ പ്രൂഫ്, ഡ്രസ്സ്, ഷട്ടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റൂമിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ സീരിയസ്ലി എൻ്റെ മെൻ്റലി അവസ്ഥ ഒരു ഹസ്ബൻഡ് ചിന്തിച്ചു നോക്കണം. ഏതൊരു ഹസ്ബൻഡിന് മാത്രമേ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത്രയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു. ഞാൻ ഇന്നേ വരെ ചലഞ്ച് ചെയ്യുന്നു. ഇപ്പം എല്ലാവരും കാണുന്നുണ്ടോ ഈ വീഡിയോ? ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഞാൻ സെക്ഷുവലായിട്ടോ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഞാൻ സെക്ഷുവലായിട്ട് മെസ്സേജോ
ഞാൻ റിയൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പുറത്തേക്ക് വരാം. സഫ പറയും ഞാൻ ഒരുപാട് പെൺകുട്ടിയോട് കോണ്ടാക്ട് ഉണ്ടെന്ന്. സഫ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. ഒരു പെണ്ണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ വൈഫ് അല്ലാണ്ട് വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, കാണുകയും ചെയ്യില്ല. ഞാൻ വായി നോക്കാറുണ്ട് ഇങ്ങനെ വെറുതെ. പക്ഷെ അത് അവളോട് ചോദിച്ചിട്ട്, അതായത് അത് എല്ലാവരും നോക്കുമല്ലോ, ഡ്രസ്സ് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വായി നോക്കുന്നവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കെ. ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ ഊബർ ഓടിച്ചിരുന്നു. ആ അപ്പൊ ഊബർ ഓടിക്കുന്ന ഇടയ്ക്ക് അവളെ സംശയം അല്ല ഞാൻ പറയട്ടെ, ബാംഗ്ലൂർ ഊബർ ഓടിക്കുമ്പോൾ ബാക്കിൽ പെമ്പിള്ളേർ കയറുമല്ലോ, അതായത് ഊബർ ഓടിക്കുമ്പോൾ യൂബർ ഡ്രൈവർ, അതായത് കസ്റ്റമർ കയറും. ഓക്കെ, ബാംഗ്ലൂർ കസ്റ്റമർ സംസാരിക്കാറില്ല. പുള്ളിക്കാരി പറയുന്നത് കസ്റ്റമറിന്റെ അടുത്ത് മെസ്സേജ് അയച്ച് ഗൂഗിൾ പേ മെസ്സേജ് അയച്ച് നേരിട്ട് കാണാൻ പറ്റുമോ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മെഹനാസ് ഞാൻ അങ്ങനെ അയക്കുമായിരുന്നു. ഒരിക്കലും ഇല്ല, അത് ഓള് തെളിയിക്കാൻ പറയും. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അവര് മെസ്സേജ് അയക്കട്ടെ. അതെ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കട്ടെ. പിന്നെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ഇവള് അയൽവാസിക്കൊക്കെ മേനൂന് യൂബർ ഉണ്ടെങ്കിൽ വിളിക്കുന്നിട്ട് അവൾ തന്നെ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ഓരോ ദിവസവും ആരൊക്കെ കസ്റ്റമർ വണ്ടി കയറിയിട്ടുണ്ട് അപ്പം ഞാൻ അവൾക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇന്നൊരു കസ്റ്റമർ ഉണ്ടടി ഇന്നൊക്കെ സംസാരിച്ച് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഫോൺ വിളിക്കും. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവൾക്കത് ഇഷ്ടമല്ല ഈ ഓവർ സംസാരിക്കണത്. എനിക്കിങ്ങനെ ഒരേ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും. അതെന്നെ കുറച്ച് കാലം. ആരെ പ്രഗ്നൻ്റ് ആയ പെണ്ണിനോ? അതാ ഇല്ല അത് വെറുതെ പറയാം. ഈ 8 മാസം ആയ സമയത്ത് ഇവിടെ സംശയവും കാരണം എനിക്ക് ബാംഗ്ലൂർ ഏതോ ഒരു പെണ്ണുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. സഫ 8 മാസം പ്രഗ്നൻ്റ് ആയ പെണ്ണ് സംശയവും കൊണ്ട് ബാംഗ്ലൂർ വന്നു. കാരണം ആടുന്ന് ചെറിയ നമ്മളൊരു സർപ്രൈസ് ആക്കാൻ, എല്ലാ സർപ്രൈസിലാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ ഇവക്ക് എന്ത് സർപ്രൈസ് ആക്കിയാൽ നോക്കിയാൽ ഇവള് സംശയിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ചെക്കനുണ്ട്. ആ ചെക്കന് ഞാനെത്തിയിട്ട് ഇവർക്ക് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കുക. അവൻ്റെ പേരിൽ ഓൻ എടുത്ത് തരാം, കറക്റ്റ് ഞാൻ അടക്കണം പിടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഐഫോൺ ഓക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എനിക്ക്. അത് വലിയ കേക്കിൽ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു സംഭവം മോഡലുണ്ടല്ലോ, അത് സെറ്റ് ചെയ്യാൻ ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് 1 ടൈം മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ചെക്കന് അന്യ എൻ്റെ ഇളയമാൻ്റെ പെരക്കുന്ന് ഞാൻ ഇടയ്ക്ക് സഫ അറിയണ്ട, നീ കറക്റ്റ് ടൈമിന് കേക്കിൽ ഉള്ളിലേക്ക് തെറ്റ് വെച്ചിട്ട് നീ സെറ്റ് ചെയ്യണം, ഫുള്ള് നീ ആക്കണം, ഞാനിങ്ങനെ കൂളായിട്ട് അവളെ കൊണ്ടുവരും, അപ്പം സർപ്രൈസ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇവളപ്പാടെ എന്നെ അവന് കുണ്ടനാക്കി. ആരെ മുമ്പിൽ നിന്നറിയോ? എൻ്റെ എൻ്റെ കസിൻസിൻ്റെ കുടുംബക്കാരും നടു റോട്ടുമ്പോൾ ഇവളെന്നെ തച്ച് വലിച്ച സാക്ഷികളുണ്ട് അവിടെ, തച്ച് വലിച്ചിട്ടുണ്ട്. അതായത് ആ വീട്ടിൻ്റെ പുറത്ത് മുറ്റത്തുനിന്ന്, അത് റോഡാണ്, മെയിൻ റോഡാണ് വീട്, റോഡിൻ്റെ ഇപ്പുറം തന്നെ വീട്. ഈ എന്നെ ഇങ്ങോട്ട് അടിച്ച് എൻ്റെ മർമ്മത്തിലടിച്ച് ഒരാഴ്ച ഞാൻ പൊളഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖത്ത് വെച്ചിട്ട് തലങ്ങാണി വെച്ചിട്ട് എന്നെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. ഇവക്കിങ്ങനെ ഇടക്ക് ചുമരിന് ഇങ്ങനെ തലയിടിക്കും, എന്തെല്ലൊക്കെയോ കളിക്കും, എന്നിട്ട് സ്വയം കടിക്കും, എന്നെയൊക്കെ എത്ര കടിച്ച് എൻ്റെ മാന്തും, ഭയങ്കര മാന്തും, കടിക്കും, കീറും. അത് അവൾ സ്വയം ചെയ്താണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കടിക്കുന്ന സ്വഭാവം ഇല്ല. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എന്നെ തന്നെ ആരും ഞാൻ കടിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ഈ കുസൃതി ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ കടിച്ച് കീറി മാന്തി എന്നൊക്കെ. അതില്ല, അത് കാണുമ്പോൾ ഒരു മഞ്ഞ സാധനങ്ങളും എന്തൊക്കെയോ കാണുന്നുണ്ട് സംഭവം. നമുക്ക് പല്ല് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാമല്ലോ. നമുക്ക് അത് ഓക്ക് സംഭവം എന്താ അറിയോ, ഇവക്ക് ഈ സംഭവം ഞാൻ എവിടെയും ലീക്കാക്കിയിട്ടില്ല. ഇവൾ എന്നെ നല്ല കലിപ്പേറ്റി. ഞാൻ ലല്ലുവിൻ്റെ കൂടെയും ഈ 3 ചെക്കന്മാരെ കൂടിയും ഞാൻ ഇവളെ കണ്ണോട് കണ്ട്. അതായത് ലല്ലു, പിന്നെ മറ്റേ നാജി എന്ന് പറയുന്ന ചെക്കനും. ഡ്രൈവർ എന്ന് പറയുന്ന ഓൻ അന്നാണ് ഡ്രൈവർ ആയത്. അത് ആർക്കും ഇവർക്കറിയാം. ഇവള് ഡ്രൈവർ എന്ത് ഡ്രൈവർ, അന്ന് ഒരു ദിവസം ഡ്രൈവർ, ആ വണ്ടി കിട്ടുന്നതേ അന്നുണ്ടായ പ്രശ്നം അറിയില്ല. അതെ, ഒരു മിനിറ്റ്, ഇവളറിയേയില്ല പിടിക്കും. ഒരു ഹസ്ബൻഡിൻ്റെ വേദനകൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടെ ലൈവിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞ എന്താ, നാജിയാണ് അവിടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. സ്വന്തം ഹസ്ബൻഡ് അറിയാണ്ട് എങ്ങനെയാ ഫ്ലാറ്റിൽ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ നടക്കുക? മോശമല്ലേ അത്?
വഴക്കാണെന്ന് പറഞ്ഞാൽ അവൾ മനഃപൂർവ്വം വഴക്ക് ക്രിയേറ്റ് ചെയ്തത് എന്തിനാന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇവക്ക് എന്നോട് പറയാണ്ട് ഈ ഷൂട്ട് കാര്യം അതിന് വേണമെങ്കിൽ തെളിവ് വേണമെങ്കിൽ ആരെ വിളിച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഷൂട്ട് മലപ്പുറം ഷൂട്ടൊന്നുമില്ല. ഷൂട്ടൊന്നുമില്ല. ഇവർ മലപ്പുറം പോയേക്കണത് ആ യൂബർ വണ്ടി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ചെക്കന് ലല്ലുവിന് വണ്ടി വേണം. ആ വണ്ടി ലല്ലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി ഇവർ ആ വണ്ടി എടുക്കാനാണ് അന്ന് ഉച്ചക്ക്, അതായത് ഫെബ്രുവരി 14 എൻ്റെ പേരിലുണ്ടായ സിമ്മ് അവളെ പേരിലേക്ക് അന്ന് ലല്ലു ചേഞ്ച് ആക്കി കൊടുത്ത്. സിമ്മ് എൻ്റെ പേരിലുള്ള സിമ്മ് ഓളെ പേരിലേക്ക് ആക്കി കൊടുത്ത് പോർട്ട് ചെയ്ത്. അപ്പം എൻ്റെ ഇതൊന്നും വേണ്ട, അത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു 6 മാസം കഴിയണം ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ. അത് ഇല്ല ഇല്ല ഇല്ല. എന്ത് കേസ്? ഞാൻ കുറേ ആക്ച്വലി ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് സാറ് വിളിച്ചു പറഞ്ഞു നീ ഇങ്ങോട്ട് അഭിഹിതം നമുക്ക് എന്തായാലും സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭർത്താവ് അറിയാണ്ട് ഇങ്ങനെ ഫ്ലാറ്റിൽ മറ്റൊരുത്തം വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ലൈവായിട്ട് ഇവള് പറഞ്ഞത് അങ്ങനെയല്ല, റൂമിൽ ആരോ ഉണ്ട് എനിക്ക് പേടിയാവണ്. ഇവൾ ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ചിന്തിക്കണോ നിങ്ങൾ? മനസ്സിലാക്കേണ്ട, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാലം ഈ സഫ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു, നല്ല രീതിയിൽ വ്ളോഗ് ചെയ്തുകൊണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. ഈ കണ്ടവൻ്റെ ചെക്കൻ്റെ കൂടെ പോയിട്ട് അത് ഞാൻ പിടിച്ചതിന് ശേഷമാണല്ലോ അവളെ എനിക്കെതിരെ എഗെയിൻസ്റ്റ് ആയത്. ആണോ അല്ലയോ? ഞാൻ കണ്ടവൻ. ഓക്കെ, നിൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ അവൾ പോയ പിന്നെയാണ് എന്നെ പറ്റിയിട്ട് അവൾ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മുന്നേ കൊടുത്തായിരുന്നു. കാരണം വെച്ചാൽ അത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അവൾ എന്തെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഇതും സ്ക്രിപ്റ്റ് ആണോ, നിങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയാം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് മൊത്തം ഒരു കഥയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കളിയായിട്ടും ഒരാളുടെ ജീവിതം സത്യാവസ്ഥ മനസ്സിലാക്കാണ്ട് കുറ്റപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾക്കെല്ലാം ഒരു കഥയും സ്ക്രിപ്റ്റൊക്കെ ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതമാണ്. റമദാൻ മാസം നിങ്ങൾ എന്താ പറയുക, റമദാൻ മാസം ഞാൻ അവിടെ ഇരിക്കുന്നതിനെ തെറ്റുന്നത് ശരി തന്നെ. പക്ഷേ എൻ്റെതും മനസ്സ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്കും ഹൃദയമുണ്ട്, അതിൽ പെയിനുണ്ട്. എൻ്റെ ഫസ്റ്റ് ലൈഫോ നശിച്ചു, ഇത് രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ. അത് ആദ്യത്തെ ലൈഫ് ഞാൻ എവിടെയും ഉണ്ടാത്തത് കൊണ്ടും എനിക്ക് എൻ്റെ വൈഫിനെ പറ്റി ഇല്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാത്ത കാരണം എനിക്ക് സംസാരിക്കാൻ ഒന്നാമത് താല്പര്യമില്ല. കാരണം തെളിവോ കാര്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, എല്ലാത്തിനും തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കേസ് നടക്കുന്നുണ്ട്. പിന്നെ കുട്ടീനെ എനിക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൂമറി ഇങ്ങനെ ഇവർ പടച്ചു വിടുന്നത്. ഇവർക്ക് എന്നെ കൊലയാളി ആക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് എന്നെ ഓൾറെഡി ന്യൂസ് പടർന്ന് വന്ന്, അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ പറയുക, കേസ് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്ത് നീട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കണം. അത് ഇവരെന്തോ കരാറേറ്റ പോലെ. എന്തായാലും എന്നോട് പേഴ്സണലായിട്ട് ഈ പബ്ലിക് കേരളക്ക് എന്തായാലും എന്നോട് പേഴ്സണലായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്നെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുന്നേ ഏതോ ഒരു വീഡിയോ ഇവന് അതായത് ബാച്ചാനെ പറ്റി പുറത്ത് പറയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് പറയണ്ട. പിന്നെ അതേപോലെ എൻ്റെ ഒരു ബ്രദറെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എന്തോ, കാരണം എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഞാൻ ഫുള്ള് ഹോസ്പിറ്റലിലും പിടിച്ചിലും ഞാനൊക്കെ എത്രയോ മാസങ്ങൾ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഇവർ വിചാരം ഞാനവിടെ സ്വിച്ച് നടക്കുന്നതാണ്. എൻ്റെ ബില്ല് ഫുള്ള് ഇതും ഉണ്ട്, പേപ്പേഴ്സ് അടക്കമുണ്ട്. എത്രയോ ലക്ഷങ്ങൾ പൊട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ICUലായിരുന്നു. ഞാൻ മൂക്കിൽ പൈപ്പിട്ട് കിടക്കായിരുന്നു ഞാൻ. നിലത്ത് കിടന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കിയെന്നോ? ആക്ച്വലി ഇവള് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നു, നീ അല്ലല്ല, അതായത് പ്രശ്നം നടക്കുന്ന ഫസ്റ്റ് ഒരു ചാറ്റ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു. ഇവർ കോണ്ടാക്ട് മുന്നേ ഉണ്ട്. ഈ ലല്ലു ഇവള് മുന്നേ കോണ്ടാക്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിന്നോട് മറ്റാ പെണ്ണിനെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വെറുതെ ഇവളെ ഇതിൽ തലയിടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നോട്. ഇവർക്ക് സ്നാപ്പ് ഇല്ലാന്ന്. അതായത് ഞാൻ അറിയാതെയാണ് ഈ സ്നാപ്പ് യൂസ് ചെയ്യണേ. കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന അന്ന് ഞാൻ പറഞ്ഞതാണ്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ
സ്നാപ്പ് വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട, ഒന്നും വേണ്ട, ഫുൾ ഹൈഡായിരിക്കണം, മാസ്ക് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എടുത്തുകൊണ്ടായത്. മനസ്സിലായി. പിന്നെ 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 ഇവള് അങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. എന്നെ സ്നേഹിച്ചാൽ ഞാൻ അവർക്ക് എന്തും ചെയ്തു കൊടുക്കും. ഞാൻ അതേപോലെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ ഇതായിട്ട്. ഞാൻ അത്രയും സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. സ്നേഹിച്ച് ചതിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്, ഭയങ്കര പെയിനാണ് അത്. അപ്പൊ ഇത്രയും പ്രശ്നം വന്നിട്ട് എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത്? വീഡിയോ ഉണ്ടാകാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ അടി ഒളിച്ചോടിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ എനിക്ക് തിരിച്ചു വരണം, എൻ്റെ മോനെ എനിക്ക് വളർത്തണം, എനിക്ക് അവരെ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ ആ ചിന്ത ഉണ്ടോ? ഇപ്പം എന്തായാലും എന്നെ വേണ്ടാത്ത ആൾക്ക് എന്നെ ഒരുപാട് ആക്ച്വലി ഇപ്പം അതായത് എൻ്റെ ഫസ്റ്റ് വൈഫിനെ വരെ അവൾ വരെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയില്ലേ, എന്നെ കേസ്. അങ്ങനത്തെ ഒരു പാർട്ട്ണർ എങ്ങനെ ശരിയാവും? മനസ്സിലായി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവളുടെ ടോണേ മൈൻഡേ അങ്ങനെയല്ല. ഞാൻ അതായത് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ വേണ്ടാന്ന് തോന്നുന്നത്. അതെ, അതിന് കാരണം മുന്നേ വരെ വേണമെന്നായിരുന്നു. എനിക്ക് അവള് വേണമെന്ന് ഞാൻ ഇന്നലെ വരെ മിനിയാന്ന് വരെ ഞാൻ മെസ്സേജ് അയച്ചെടി. ആ മെസ്സേജ് മൊത്തം പുറത്ത് വിട്ടല്ലോ. ഒരു പേഴ്സണൽ മെസ്സേജ് പുറത്തോട്ട് ചീപ്പ് സ്വഭാവമല്ല. ഇപ്പം നിനക്ക് ഞാൻ ഒരു മിനിറ്റ്, നിനക്ക് ഞാൻ എന്തെങ്കിലും നമ്മൾ പേഴ്സണൽ കാര്യം അയച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഞാനും സഫയും ചാറ്റ് ചെയ്യണത് ഇവള് വിചാരം ഞാൻ എല്ലാം നിനക്ക് പറയുന്നത് അയച്ചു തരുന്നുണ്ട് എന്നാണ്. ഒരു ഭാര്യഭർത്തക്കന്മാരാകുമ്പോൾ പണക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പബ്ലിക് പോയിട്ട് നിങ്ങളുടെ ചാറ്റ് കാണിച്ചാൽ എന്നോട് പബ്ലിക് എയറിലെ പറ്റി എൻ്റെ ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്യണതൊക്കെ ഈ ചെക്കനെ ലല്ലുവിനും കാതറിനൊക്കെ കാണിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ അത് മോശമല്ലേ? ലല്ലുമായിട്ട് അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി എനിക്കിനി പാർട്ട്ണറായിട്ട്, അതായത് അവൾക്ക് വേണ്ടാന്ന് അവളാണ് തീരുമാനിച്ചത് എന്നെ വേണ്ടാന്ന്. അത് മുന്നേ അവൾ തീരുമാനിച്ച് കൺഫേം ആക്കിയ കാര്യമല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഇന്നലെ മിനിയാന്ന് വരെ വേണം. അതായത് എനിക്ക് എൻ്റെ കുട്ടീനെയും വളർത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. എനിക്ക് രണ്ടാമത്തെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റണില്ല. അതായത് കുട്ടി വേണമെന്നുണ്ട്. അതെ, കുട്ടി വേണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒന്നിച്ച് രണ്ടാളും വളർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. അവൾക്കതിന് സാധ്യമല്ല. അവൾക്ക് സോറി ഒന്ന് തിരിച്ച് സോറി ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആവോ? എനിക്ക് ആ കുട്ടീനെ രണ്ടുപേരും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അത് അവളെ ഇഷ്ടപ്രകാരം നടന്നാലും അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടിയ ഒരു പ്രായം വരെ ബാക്കി ഞാൻ നോക്കിക്കോളും. അതായത് ഇപ്പോൾ പാൽ കുടിക്കുന്ന പ്രായം, എന്തായാലും പാല് കൊടുക്കുന്നില്ല, കുപ്പിപ്പാലാണ് കൊടുക്കുന്നത്. അത് എനിക്കായാലും കൊടുക്കാൻ കഴിയും. പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നുണ്ട് മെഹ്നു ചെലവിന് കൊടുക്കൂല, കുട്ടിയുടെ കാര്യം എല്ലാ കാര്യം പിന്നെ ആരാ നോക്കണമല്ലോ. ഓള് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞു, മേനു ഒറ്റ ലോൺ അടച്ചിട്ടില്ല എന്ന്. ഇത്രയും മാസം ഓൾ എൻജോയ്മെൻറ്റ് ചെയ്തത് പിന്നെ എവിടുന്ന ഫണ്ടൊക്കെ? ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ എൻ്റെ യൂബർ ആപ്പിൽ ഞാൻ എത്രത്തോളം ഓടിയിട്ടെന്നുള്ള റെഫറൻസ് എടുക്കാൻ പറ്റൂലേ? ഞാൻ ആ വീട്ടിൽ സാധനങ്ങൾ 3 നേരം പുകഞ്ഞു പോകുന്നുണ്ടോ? ഗ്യാസ് മേടിക്കണ്ടേ? അതൊരു ഫ്ലാറ്റ്, കാലി ഫ്ലാറ്റാണ്. അവിടെ ബൾബും മറ്റേ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബർഗർ വേണം, അല്ലെങ്കിൽ മോഡ് വെറുപ്പിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഞാൻ അടച്ച കട തുറപ്പിച്ചിട്ട് ബർഗറെ വാങ്ങിച്ച് കൊണ്ടുവന്ന ദിവസമുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ ഒറ്റ ബർഗർ എങ്ങനെയെങ്കിലും മറ്റൊരു കാല് പിടിച്ചിട്ട് ഞാൻ ഷട്ടർ തുറന്നിട്ട് ഒരു ബർഗർ ഒക്കെ ആക്കി തന്നിട്ട് ഇവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കും ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലേ, നീ എനിക്ക് എന്തൊന്നും ഇതുവരെ ചെയ്തു തന്നിന്, നീ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇനി ഒരു ചന്ദ്രനെ പിടിച്ച് കൊടുത്താലും പിറ്റേ ദിവസം ഒരു മുട്ടായി വാങ്ങിച്ചു, ₹1 മുട്ടായി ആയിരിക്കും ചില സമയം. എടി ചേഞ്ചില്ല എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയും. നീ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, ഞാൻ നിന്നോട് എന്താവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ പൗഡർ, ആ പൗഡറിന് എത്ര 500 ഉണ്ട് പൊടിക്ക്. ഫീഡ് ചെയ്യുന്ന കറക്റ്റ് കുട്ടിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ എനിക്കൊന്നും. വേറെ ഒരു ഫ്രണ്ട് പറയണത് വേണമെങ്കിൽ ജസ്റ്റ് ഫോൺ വിളിച്ചിട്ട് ലൈവായിട്ട് ചോദിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇവള് പറയുന്നില്ലേ, പെണ്ണുങ്ങൾ വരലുണ്ട് പിടിക്കലുണ്ട്. പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നല്ല, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും ചാറ്റ് വേണ്ട, പിടിക്കണ്ട, അതെന്നെ ആടത്തേക്ക്. ഇവള് പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഉണ്ടാണ് മൂലക്കുറ്റിട്ട് എത്തിയിരുന്നത്. എനിക്ക് എന്തായാലും പേടിയാണ്. ഇവള് ദേഹത്തൊട്ട് കളി സ്റ്റാർട്ടിങ് തന്നെ മെക്കിട്ട് കയറി കളിയാന്ന്. പിന്നെ ഇങ്ങനെ ഉമ്മാനിപ്പാൻ ഇവളൊരു കുഞ്ഞിൻ്റെ മുമ്പ് തെറി വിളിക്കല ഒരു സംഭവം പറഞ്ഞു. ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എൻ്റെ കോള് വന്നു സ്റ്റാർട്ടിങ്ങുള്ള സമയത്ത്. ആ കോള് വന്നപ്പം ഒരു ചെക്കനെ എന്തോ വിളിച്ച് എന്തോ കോമഡി ആക്കി. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വെച്ചിട്ട് പോയാൽ മതി എന്നിട്ട് ഞാൻ കട്ടാക്കി. അപ്പം ഇവള് സംഭവം എന്താ വെച്ചെങ്കിൽ ഇവക്ക് മുന്നേ പ്ലാൻ ഉണ്ട് എന്നോട് എന്തെങ്കിലും
സീൻ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇത് മൊത്തം പോണം. പ്ലാൻ ആക്കണം. കാരണം മുന്നേ ഇതിനേക്കാളും വലിയ വലിയ തെറി അവൾ എന്നെ വിളിക്കാറുണ്ട്, കുട്ടീനെയും വെച്ചിട്ട് എന്നെ വിളിക്കൽ, എൻ്റെ ഉമ്മാനെ വരെ തള്ളച്ചി പോലെ അടിച്ച് മോളെ നീ പോയിട്ട് ഇതാക്കുന്ന് വരെ എൻ്റെ ഉമ്മാനെ വരെ പറയലുണ്ട്. അത് എൻ്റെ ഉമ്മാനെ അല്ല എൻ്റെ കുട്ടീനെ കൈ പിടിച്ചിട്ട് തന്നെയല്ലേ പറയാറ്. അപ്പം എന്താ അത് തെറിയല്ലേ? അതെ. പിന്നെ മെഹനു ഡ്രഗ്സ് ഡ്രഗ്സ് അതിൽ ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റ് ചെയ്യാം നമുക്ക്, ചലഞ്ച്. നമുക്ക് മെഡിക്കൽ ലാബിൽ ചലഞ്ച് വരുന്നുണ്ട്. ചലഞ്ച് ഒരുപാട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യും, എന്ത് വേണമെങ്കിലും. ടെസ്റ്റ് ചെയ്യുക, ലൈവായിട്ട് വേണമെങ്കിൽ നിൽക്കിപ്പോൾ എൻ്റെ ടെസ്റ്റിൽ കൊണ്ടുപോവുക. ഞാൻ കഞ്ചാവ് സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പറയുന്നത് ഞാൻ ചെയ്യും, എന്ത് വേണം ചെയ്യാം. ആത്മഹത്യ ചെയ്യണം, നിങ്ങൾ മുന്നിൽ നിന്ന് ആത്മഹത്യ ലൈവായിട്ട്. ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അല്ല ചലഞ്ച് വെക്കുന്ന ഞാൻ. പുള്ളിക്കാരി എനിക്ക് കഞ്ചാവ് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഹെയ്റ്റാണ്, ഇഷ്ടമല്ല. ഐ മീൻ സാധനം ഭയങ്കര യൂസ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം, ഞാൻ ഒന്നിൽ അഡിക്റ്റ് അല്ല. സ്മോക്കിങ്, സിഗരറ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഞാനില്ല. ഫ്ലാറ്റിൽ സിഗരറ്റ് കണ്ടിരുന്നുണ്ട്. സിഗരറ്റ്, ഒരുപാട് സിഗരറ്റ്, മറ്റേ ലല്ലു വലിച്ച് ചാടിയ സിഗരറ്റ്, ഓൻ്റെ സെയിം ബ്രാൻഡ് 10-12 സിഗരറ്റ്. അപ്പൊ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അവരൊന്നിച്ചാണ്? പിന്നെ അവരിപ്പോഴും ഒന്നിച്ചാണ്. അപ്പോൾ എന്നെ ഒരു സംഭവം കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ലേ? അത് ഞാൻ പബ്ലിക്കിൽ കാണിക്കണില്ല. ഇല്ല, മനസ്സിലായി. തെളിവെല്ലാം ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ A to Z തെളിവുണ്ട്. റൂമർ വരുന്നതിന് മുന്നേ ഇവർ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന്, ഫ്ലാറ്റിലേക്ക് കയറി കീണതിൻ്റെ തെളിവുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്. പക്ഷെ കളിക്കാൻ നിന്നാൽ നമ്മളെ പൊട്ടിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളത് വിട്ടും ഒയ്യുന്നത് ആ കുട്ടീനെ ആലോചിച്ചിട്ട്. അതെ, അതായത് പസ്മിയ ഇപ്പം നിൻ്റെ ഭാഗമാണെങ്കിൽ നീ ഒന്നും നോക്കാണ്ട് നിനക്ക് പറയാം. പക്ഷെ എനിക്കെൻ്റെ മോൻ്റെ ഭാവി നോക്കണം. എനിക്കെൻ്റെ മോനെ ഇനി നാളെ പിറ്റേന്ന് അങ്ങനെ ഇങ്ങനെ പറയരുത്. എന്തായാലും ഓന് വളർന്നു വരുന്ന സമയത്ത് സ്കൂള് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ പല ആളും ചില സമയം ഇവളെ വിചാരം ഇവക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, സഫക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും ഇവക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ടിരുന്ന ഞാനാണ് ആക്ച്വലി. പിന്നെ ഞാനിപ്പോൾ എന്തോ അൽഹംദുലില്ലാ ഫീൽഡിൽ ഇപ്പം ഇവക്ക് എല്ലാ ട്രിക്കും ഞാൻ പഠിപ്പിച്ചു പോയി, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു പോയി. അപ്പോൾ ആ ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കയറി പോകുന്നത്.